നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് ഇറ്റലി. ഏറ്റവും പ്രധാനമായിട്ട് റോം, പരിശുദ്ധ പിതാവ്, ലോകത്തിലുള്ള എല്ലാവരും ഓർത്തിരിക്കുന്ന പേരുകളാണല്ലോ ഇറ്റലി എന്നുള്ളതും റോം എന്നുള്ളതും. ആ ഇറ്റലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് നേപ്പിൾസ്. ആ നേപ്പിൾസിനോട് ചേർന്നുള്ള ഒരു ഇടവക സമൂഹത്തിൽ നിന്നാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭം. ഞാൻ ഈ സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത, ഇതിന് നല്ലൊരു പേര് ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തികൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടെത്തിയ ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ, LAR. ലോകം മുഴുവനും ഈ പേരിൻ്റെ അർത്ഥം അറിയാം. വളരെ പ്രസക്തമായ ഒരു പേരാണ് ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ, രക്ഷയുടെ ചെറിയ സ്ലീഹന്മാർ. അതിനേക്കാൾ നല്ലൊരു പേര് ഒരു സന്യാസിനി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ ദൗത്യമാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്കൂൾ കാലം മുതൽ കേട്ടിട്ടുള്ള ഒരു ചെറിയ ആപ്തവാക്യമാണല്ലോ നോമൻ എസ്റ്റ് ഓമൻ. പേരിലാണ് കാര്യം. നോമൻ എന്ന് പറഞ്ഞാൽ പേരാണ്. ആ പേരാണ് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ എന്നുള്ള സുവിശേഷാധിഷ്ഠിതമായ നാമം സ്വീകരിച്ച് സുന്ദരമായ രീതിയിൽ സമർപ്പിത ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാനും സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ സിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മത്തായിയുടെയും മറിയത്തിൻ്റെയും സവിശേഷതകൾ ഇവരിൽ ഒന്നിക്കുന്നുണ്ട്. നല്ല ശുശ്രൂഷ വഴി ഇവർ സുവിശേഷത്തിലെ മത്തായെപ്പോലെയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന വഴി സുവിശേഷത്തിലെ മറിയത്തെപ്പോലെയുമാണ്. അങ്ങനെ രണ്ട് സുവിശേഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വാല്യൂ സിസ്റ്റത്തെ ചേർത്ത് പിടിക്കുന്ന സമൂഹമാണ് നിങ്ങൾ LAR സിസ്റ്റേഴ്സ്. അതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമ്പാക്റ്റാണ് ഇവിടെ നമ്മൾ MLA ഉൾപ്പെടെ ഇത്രയും അച്ഛന്മാരും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ആരാണെന്നുള്ളതിനൊരു തെളിവാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ സദസ്സ്. അതുകൊണ്ട് ഞാൻ ദീർഘമായ സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. LARൻ്റെ പ്ലാറ്റിനം ജൂബിലിയാണ്. 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിലുള്ള സന്തോഷമാണ് നമ്മൾ ഇവിടെ ആചരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ കേന്ദ്രമായ, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊക്കെ എല്ലാം അറിയാം, വിഷിയാനോ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം. നേപ്പിൾസ് വലിയൊരു പട്ടണമാണ്. ഒരുപക്ഷെ ഇറ്റലിയുടെ മൂന്നാമത്തേതെന്ന് പറയാവുന്ന റോമും മിലാനും കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടും കൾച്ചറലായിട്ടും മറ്റ് ഹെറിറ്റേജസ് വഴിയുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള വലിയൊരു പട്ടണമാണ് നേപ്പിൾസ്. ആ നേപ്പിൾസിലെ വിഷിയാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വലിയ സമൂഹത്തിൻ്റെ ആരംഭം കുറിച്ച അച്ഛൻ്റെ പേര് നമ്മുടെ സുപ്പീരിയർ ഇവിടെ നമ്മളോട് പറയുകയുണ്ടായി. അവരോട് ചേർന്ന് നിന്ന ഒരു സമർപ്പിത സഹോദരിയും ചേർന്നാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട അന്നത്തെ സ്ഥാപക പിതാവ് ഫാദർ അർത്തൂറോ ഒനോഫ്രിയോ, നല്ലൊരച്ഛൻ, പ്രാർത്ഥിക്കുന്നൊരച്ഛൻ. ആ അച്ഛനോട് ചേർന്ന് മദർ അന്ന വിറ്റിയെല്ലോ
ഇറ്റാലിയൻ പേരുകളാണ്. അവരുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ സമൂഹം ആരംഭിക്കുന്നത്. വലിയ ഹെറിറ്റേജ് ഉള്ള നേപ്പിൾസിൽ അവിടുത്തെ ഒരു താരതമ്യേന അന്ന് പ്രധാനമായിരുന്നു ഒരു സ്ഥലത്തു നിന്ന് ബീഷ്യാനോയിൽ കേന്ദ്രമാക്കി ഈ സ്ഥാപനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് വലിയ ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവമാണ്. ഈ അച്ഛൻ ഇറ്റലിയിലെ നോള എന്ന് പറയുന്ന രൂപതയിലെ അച്ഛനാണ്. ഒരു സാധാരണ രൂപതയാണ്. ഇറ്റലി ഒരുപാട് രൂപതകളുള്ള ഒരു രാജ്യമാണെന്ന് നമുക്കറിയാമല്ലോ. അതിൽ അത്ര വലിയ പ്രാധാന്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രൂപതയിൽ. പക്ഷേ നേപ്പിൾസ് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടുത്തെ ആ കൾച്ചറൽ ഹെറിറ്റേജും മറ്റ് സഭയുടെ വിശിഷ്ടമായ മൂല്യങ്ങളുമെല്ലാം ചേർത്ത് എടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചെറിയ സന്യാസിനി സമൂഹം അവിടെ ഇറ്റലിക്ക് പുറത്തേക്ക് വലിയൊരു ഒഴുക്ക് നടത്തിയിട്ടുണ്ട്. ഇറ്റലി, തെക്കേ അമേരിക്ക, കൊളംബിയ, ഗാട്ടിമാല, എൽ സാൽവദോർ, മെക്സിക്കോ, പെറു, ഇക്വാഡോർ, ഹൊണ്ടാറൂസ, ഈസ്റ്റ് തിമോർ, ആഫ്രിക്ക, ഇന്ത്യ, ഇങ്ങനെയുള്ള 12 രാജ്യങ്ങളിലേക്ക് ഈ സഹോദരിമാർ ശുശ്രൂഷകൾക്കായി പോയി. എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഏതാണ്ട് ലോകം മുഴുവനും ആയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മളുടെ രൂപതയിലും ഈ സഹോദരിമാർ വരുന്നത്. നമുക്കിവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ, ആന്ധ്രയിൽ, തെലങ്കാന, ഒഡീഷ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ആണ് ഇവരുടെ സാന്നിധ്യം. നമുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഇവിടെ മണ്ണക്കാനാട്, പിന്നീട് പാല സെൻറ്റ് ജൂഡ് ഇടവകയിൽ, വാക്കാട് ഇവിടെ തൊട്ടടുത്താണ്, പിന്നെ വാഴത്തോപ്പ്, ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ ഇവരുടെ ശുശ്രൂഷ വളരെയേറെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. മണ്ണക്കനാട് ഇവിടെ വന്ന് ഇവർ ഈ ശുശ്രൂഷ തുടങ്ങിയ നാൾ മുതൽ വളരെ ശ്രദ്ധേയമായ ഒരു അടുപ്പം ഈ ദേവാലയത്തോടും ഈ ഇടവകയോടും സാധാരണക്കാരായ മനുഷ്യരോടും ഇതര മതസ്ഥരോടും ഇവർക്ക് ഉണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു അപ്പസ്തോലിക പൈതൃകമായിട്ട് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ മദർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലൊക്കെ ഇവർ ഇറങ്ങി പ്രവർത്തിച്ചു. നമ്മുടെ ബ്ലാസിഡച്ചൻ പറയുമായിരുന്നല്ലോ, സിറോ മലബാർ സഭയുടെ പ്രത്യേകത കുഞ്ഞു 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 കാര്യങ്ങളിലാണ്. അത് സാരമില്ല, വേണ്ട എന്ന് പറഞ്ഞ് കൈവിട്ട് കളയുമ്പോൾ പിന്നെ നമ്മൾ വളരെ വലുതെന്ന് നമുക്ക് തോന്നുന്ന ലത്തീൻ സഭയുടെയോ അല്ലെങ്കിൽ മറ്റു സഭയുടെയോ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടും സ്വീകരിച്ചും പോവുകയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ യഥാർത്ഥ പൈതൃകം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ സിസ്റ്റേഴ്സ് വളരെ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, അന്ധരായിട്ടുള്ള കുട്ടികൾ, പ്രായാധിക്യത്താൽ ജോലിക്ക് സാധ്യതയില്ലാത്തവർ, അല്ലെങ്കിൽ പാസ്റ്ററൽ മിനിസ്ട്രി ഒരിടത്തും എത്തിപ്പിടിക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ ഒക്കെ ഇവർ ഇറങ്ങി പ്രവർത്തിച്ചു. അതാണല്ലോ റിഡംഷൻ. ഈശോയുടെ രക്ഷ കൊടുക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ഒരു പുതിയ നോട്ടം നോക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രൂപതയിലുള്ള ഈ 4 സ്ഥലത്തും എനിക്ക് വളരെ വ്യക്തിപരമായിട്ടറിയാം. അവിടുത്തെ വികാരിച്ചന്മാർക്ക്, പൊതുജനത്തിന്, മറ്റു മതസ്ഥർക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കൊരു എളുപ്പം എങ്ങനെയോ ദൈവം തന്നിട്ടുണ്ട്. സാധാരണക്കാരോട് ബന്ധപ്പെടാൻ, ഈശോയെ കൊടുക്കാൻ, നല്ല ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ, വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തിലൂടെ നടന്ന് സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെയുള്ള ഒരു മിഷൻ നിങ്ങൾക്ക് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഈ പേര് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ. രക്ഷയുടെ സ്ലീഹന്മാരാണ് നിങ്ങൾ. വലിയ സ്ലീഹന്മാർ 12 പേരുണ്ട്. നിങ്ങൾ ലിറ്റിൽ അപ്പോസ്റ്റൽസാണ്, ചെറിയ സ്ലീഹന്മാരാണ്. ആ ശ്ലൈഹിക പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ആരും നോക്കാനില്ലാത്ത ആളുകളുടെ പക്കലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നു. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ആപ്തവാക്യം തന്നെ മറിയത്തോടൊപ്പം മറിയത്തിലൂടെ മറിയത്തിൽ എല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഒരു വലിയ സംരക്ഷണമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈശോയുടെ മുഖം കാണിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ആ രൂപതയിൽ ആ കാര്യത്തിൽ നിങ്ങൾ പാലാരൂപതയ്ക്കൊരു സമർപ്പിത ജീവിതത്തെക്കുറിച്ചൊരു നവമായ കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ട്. നമ്മൾ വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് വിമൻ കോൺഗ്രിഗേഷൻസ് ഉള്ള രൂപതയാണ് നമ്മൾ. അവരൊന്നും മോശക്കാരല്ല. അവർക്ക് നൂറ്റാണ്ടുകളുടെ പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, വലിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഗമനം ഒരു പുത്തൻ കണ്ണാടിയിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ശൈലി നിങ്ങൾ പ്രദാനം ചെയ്തു. അത് നമ്മൾ ദൈവശാസ്ത്രത്തിൽ ഈസി ഓക്സിജനേഷൻ എന്ന് പറയുമല്ലോ. ഹാർട്ടിനൊക്കെ വിഷമമുള്ളവർ നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിരിക്കുമ്പോൾ വായു എടുക്കാൻ എളുപ്പമാണ്. ഈസി ഓക്സിജനേഷൻ എന്ന് പറയുന്നതാണ്. കർത്താവിനെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക്, തടവുകാർക്ക്, ഇടവക പ്രേക്ഷിത ശുശ്രൂഷകൾക്ക്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക്, അംഗവൈകല്യമുള്ളവർക്ക്, വൃദ്ധരായിട്ടുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്ക്, അമ്മച്ചിമാർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ ഈ രൂപതയിൽ 1990 നിങ്ങളോട് വരുന്നത്. അത് വളരെ പ്രത്യേകമായിട്ടതിന് നമ്മുടെ വലിയപിതാവും ആ കൂട്ടത്തിൽ ചാൻസലർ അച്ഛൻ കൂടിയായിരുന്ന കുടിഞ്ഞാലച്ഛനാണ് ആ കാര്യത്തിൽ മുൻകൈയെടുത്ത് അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നിങ്ങളിവിടെ എത്താൻ ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പുതിയ കോൺഗ്രിഗേഷൻ ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആരാധനക്രമം, അതിൻ്റെ ചൈതന്യം, ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ലാറ്റിൻ ഒറിജിനുള്ളൊരു കോൺഗ്രിഗേഷനാണ്. അവിടെയൊക്കെ നല്ലൊരു ഓറിയൻറ്റേഷൻ കൊടുത്ത് ഇറ്റലിയുടെ, റോമിൻ്റെ, നേപ്പിൾസിൻ്റെ, ബിഷ്യാനോയുടെ ആ സാമൂഹിക ക്രൈസ്തവ പശ്ചാത്തലവും ഇവിടെ നമ്മളുടെ സഭയുടെ അപ്പസ്തോലിക പൈതൃകവും പാലാരൂപതയുടെ ചരിത്രവുമെല്ലാം കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ അച്ഛൻ വഴി കിട്ടി. അതാണ് ഇവിടെ നമ്മൾ മറ്റ് 3-4 സ്ഥലങ്ങളിലും നമ്മൾ പോയി തുടങ്ങിയപ്പോഴും അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആ കാരണം കൊണ്ടാണ്. അങ്ങനെ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഇറ്റലിയിൽ ഇത് തുടങ്ങിയതിൻ്റെ 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ നിങ്ങളൊരു എസെൻഷ്യൽ പാർട്ടാണ്. ഇന്ത്യയിലുള്ള LAR-കാർ, വിശേഷപരിയായിട്ട് കേരളത്തിലുള്ളവർ, അതിൽ പ്രത്യേകിച്ച് ഇവിടെ മണ്ണക്കനാടുള്ളവർ, നിങ്ങൾക്ക് നിർണായകമായ ഒരു പങ്ക് ഈ ജൂബിലി സമാപിക്കുമ്പോൾ ഉണ്ട് എന്ന് ഞാൻ പറയേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ നമ്മളുടെ ഇടവകയോടും ഇവിടുത്തെ വൈദികരോടും ചേർന്ന് നിൽക്കുന്നു. അൽമായർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അൽമായർ നിങ്ങളുടെ അടുത്ത് എളുപ്പത്തിൽ വർത്തമാനം പറയുവാനും പ്രാർത്ഥന ചോദിക്കുവാനും അവരുടെ കുട്ടികളെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുമൊക്കെ ഉള്ള ഒരു ആവേശത്തിലാണ്. എനിക്ക് 4 നമ്മുടെ രൂപതയിലുള്ള ഈ പ്രധാനപ്പെട്ട 3-4 കേന്ദ്രങ്ങളിലെ പ്രവർത്തനം വളരെ അടുത്ത് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ സ്കൂളിൽ തന്നെ, നിങ്ങളുടെ സ്പെഷ്യൽ സ്കൂളിൽ അനേകം തവണ ഞാൻ കുട്ടികളുടെ പ്രോഗ്രാംസ് കാണാനും അവരോട് മിങ്കിൾ ചെയ്യാനുമായിട്ടുമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ 75 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇവിടെ വന്ന് നമ്മുടെ രൂപതയിൽ ഇതുപോലെ വേരുപാകിയതിൽ നമ്മുടെ സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമർപ്പിത സഹോദരിമാരുടെ ഒരു കൂട്ടമെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം ഉള്ളിലുണ്ട്. നിങ്ങളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻ്റെ ഒരു പ്രസക്തി എനിക്ക് പലപ്പോഴും ഞാൻ മനസ്സിലോർത്തുന്നുണ്ട്. ഖനായിലെ കല്യാണത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കാര്യമാണ്. ഖനായിൽ കല്യാണം, അതിൻ്റെ സുവിശേഷകൻ യോഹന്നാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആരും ക്ഷണിച്ചതല്ലായിരിക്കും. അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നത് എല്ലാത്തിനും ഒരു പരിഹാരമായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷകൻ ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സംഭവം മുഴുവൻ മനസ്സിലാക്കുന്നതും അമ്മയുടെ ഇടപെടൽ വഴിയാണ്. നിങ്ങളുടെ ആപ്തവാക്യം തന്നെ ഞാൻ സൂചിപ്പിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആ ചിന്തയാണ്. ഖനായിൽ അമ്മയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ആത്യന്തികമായ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉത്ഥാനം ചെയ്ത ഈശോയുടെ കൃപ, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് തന്നെ ഖനായിലെ ആ സമൂഹത്തിലേക്ക്, ഒരു യഹൂദന്മാരാണ്, പഴയ നിയമത്തിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ച് പ്രത്യേകിച്ചവരുടെ കല്യാണ ആഘോഷങ്ങൾ വളരെ വിപുലമായ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അവർക്ക് വീഞ്ഞില്ലാതെ വന്നു,
ദേ ഹാവ് നോ വൈൻ. നമുക്ക് വിരുന്നിൽ ചോറ് ഇല്ലാതെ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലാതെ പോകുന്നത് പോലെയാണ് ദേ ഹാവ് നോ വൈൻ. അതും ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ അമ്മ ഉണ്ടായിരുന്നു. അതും അതുപോലെ തന്നെയുള്ള ഒരു തിയോളജിക്കൽ ഡെപ്തുള്ള കാര്യമാണ്. അമ്മ അവിടെ ഇടപെട്ട് ഈശോയോട് സംസാരിച്ച് അവിടെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ഒരു 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 അത്ഭുതമാണത്. അത് 3-ാം നാളിൽ നടന്ന കാര്യമാണെന്ന് ആമുഖത്തിൽ പറയുന്നുണ്ട്. 3-ാം നാളിൽ നടന്നത് ഈശോയുടെ ഉത്ഥാനമാണ്. ഈശോയുടെ ഉത്ഥാനം ദൈവകൃപയുടെ വലിയൊരു ഒഴുക്കാണ്. ആ ഒഴുക്കാണ് കനായിൽ നമ്മൾ കാണുന്നത്. അവിടെ ആളുകൾ പഴയ നിയമത്തിൻ്റെ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും കാരണം അവർ മടുത്തു. അവർക്ക് വിരസതയായിരുന്നു, അവർക്ക് ഡ്രൈനെസ് ആയിരുന്നു, അവർക്ക് സന്തോഷമില്ലായിരുന്നു. അവർ പരസ്പരം കുറ്റം പറയാൻ തുടങ്ങി. നമുക്കൊരു സന്തോഷമില്ലല്ലോ, ഇവിടെ ഒരു ജീവനില്ലല്ലോ, ഒരു വാംതില്ലല്ലോ. അത് പഴയ നിയമത്തിൻ്റെ പരിമിതിയാണ്. ആ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നതാണ് ആ വെള്ളം. പഴയ നിയമത്തിൻ്റെ പ്രതീകമായ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത്. വീഞ്ഞ് ന്യൂ ടെസ്റ്റമെൻ്റാണ്. ഉത്ഥാനം ചെയ്ത ഈശോയാണ്. ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ കൃപ, ദൈവപിതാവിൽ നിന്നുള്ള ആ കൃപയുടെ ഒഴുക്കാണ് നമ്മൾ വാസ്തവത്തിൽ കാനായിൽ കാണുന്നത്. ഞാൻ എല്ലയാറിനെ കാണുന്നതും അങ്ങനെയാണ്. ഒരുപാട് സംവിധാനങ്ങളുള്ള ഇറ്റലി, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ടിമോറും ആഫ്രിക്കയും ഒരുപക്ഷെ നമ്മുടെ രാജ്യവുമൊക്കെ കുറച്ചുകൂടെ റിസപ്റ്റീവായിരിക്കാം. ഇറ്റലിയിലും യൂറോപ്പിലും നിങ്ങൾക്ക് നല്ല റിസപ്ഷൻ, സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കൊരു പുത്തൻ വീഞ്ഞായിട്ട്, ഒരു പുത്തൻ സമീപനം പോലെ ലാളിത്യത്തോടെ, വിനയത്തോടെ, പ്രാർത്ഥനയോടെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് കാനായുടെ ഒരു നിറവ് നിങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും. നിങ്ങൾക്കൊരു സ്വീകാര്യത വലിയ രാജ്യങ്ങളിലും നമ്മളേതുപോലെയുള്ള രാജ്യത്തും പോലെയുള്ള വളരെയേറെ പ്രാധാന്യമുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു രൂപതയാണ്. നമ്മൾ ഒരിക്കലും വാസ്തവം പറഞ്ഞാൽ മൈനോറിറ്റി അല്ല. എല്ലാ കാലവും നമ്മൾ 50+ ആളുകൾ സുറമലബാറുകാരുള്ള പ്രദേശമാണ് പാലാ രൂപത. അപ്പോൾ നമുക്കവിടെ ഒരു ഹെഡ്ഷിപ്പ് ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ സ്വീകാര്യത ഖനായുടെ ഒരു റിസപ്ഷനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സമീപനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ദേ ഹാവ് നോ വൈൻ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുത്തൻ വീഞ്ഞ്, ഈശോയുടെ മുഖം, സുവിശേഷത്തിൻ്റെ ലാളിത്യം കാണിച്ചു കൊടുക്കാനുണ്ട് എന്ന ആ ഒരു ജീവിത ശൈലിയിലൂടെ നിങ്ങൾ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് വലിയ ഉന്മേഷമായി, ഉണർവായി. ആ ഉണർവിൻ്റെ ജൂബിലിയാണ് നമ്മൾ 75 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. അതിൽ നിർണായകമായൊരു പങ്ക് 1990 മുതൽ ഇവിടെ പാലായിൽ മണ്ണക്കനാട് ഉള്ള ഒരു സമൂഹത്തിൻ്റെ സുവിശേഷ ശുശ്രൂഷയുടെ ആ ഒരു പരിമളം ഞങ്ങളെല്ലാവരും അതിൽ പങ്കുപറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും വിപുലമായ ഒരു സദസ്സ് ഇവിടെ നിങ്ങളോട് ചേർന്ന് ഇവിടെ ഉള്ളതും. അങ്ങനെ നിങ്ങളുടെ ഈ ശുശ്രൂഷ ലിറ്റിൽ അപ്പോസിൽസ് ഓഫ് റിഡംഷൻ, രക്ഷയുടെ ചെറിയ സ്ലീഹന്മാരായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം ലോകത്തിൻ്റെ അവസാനം വരെ അത് ആവശ്യമാണ്. നിങ്ങൾക്കതിനുള്ള പ്രസക്തിയുണ്ട്. നിങ്ങൾ നിറഞ്ഞു കവിയുന്ന കൽഭരണികളാണ്. കനായിൽ കണ്ട് ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആ കൃപയാണ്. മത്തായും മറിയവും ഒരുമിക്കുന്നത് പോലെ ശുശ്രൂഷയും പ്രാർത്ഥനയും ഒന്നിച്ച് കൊണ്ടു നടക്കുന്നവരാണ്. അതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റി. അതാണ് വാസ്തവത്തിൽ സമർപ്പിത ജീവിതം. അതിനൊരിക്കലും ക്ഷതം സംഭവിക്കുകയില്ല. ആ കാര്യങ്ങൾക്ക് ഒരു മങ്ങലും ഒരു നാളും ഏൽക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ എക്കാലവും നമ്മളുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും ഉപരി വളർച്ചയ്ക്ക് കാരണമാകട്ടെ. രൂപതയും അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലയാർ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം സുവിശേഷത്തിൻ്റെ പരിമളമായിട്ട് ഞങ്ങളെല്ലാവരും കരുതുന്നു. നിങ്ങളെ ഈ രൂപത ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. ദൈവജനത്തിന് ഞങ്ങളെ ഇഷ്ടമാണ്. ഞാനിതിലെ കടന്നു പോകാത്ത ദിവസങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോഴെല്ലാം നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വരുന്നത് കാണാം. അവിടെ വരുമ്പോൾ അൽമാരി നിങ്ങളെ സ്വീകരിക്കുന്നതും നിങ്ങൾ വർത്തമാനം പറയുന്നതും വളരെ എളുപ്പത്തിൽ അവരോട് മിങ്കിൾ ചെയ്യുന്നതും എല്ലാം എല്ലാ ദിവസവും തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ സുതാര്യതയുടെ
ഒരു കണ്ണാടി എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. നിങ്ങളെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. നിങ്ങളുടെ സ്ഥാപക പിതാവിനെയും മാതാവിനെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.